ഹരേ കൃഷ്ണ. അയോധ്യാകാന്ഡമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ അച്ഛനെ നമസ്കരിച്ചു, അമ്മമാരെ നമസ്കരിച്ചു, കൈകേയിയെ നമസ്കരിച്ചു. കൈകേയിയോട് പറഞ്ഞു, അനുവാദം തന്നാലും അമ്മേ, ഞാൻ വനത്തിലേക്ക് പോവുകയാണ്. നല്ലതോ ചീത്തയോ ആയ വാക്കുകൾ ഞാൻ പറഞ്ഞതൊന്നും അമ്മ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. എല്ലാം അമ്മ ക്ഷമിക്കണം. ക്രൂരയായ കൈകേയി നല്ലതോ ചീത്തയോ ആയ യാതൊരു മറുപടിയും പറഞ്ഞില്ല, മിണ്ടാതെ നിന്നതേയുള്ളൂ. രാമൻ അച്ഛനോടായി പറഞ്ഞു, അച്ഛാ, ഞാൻ വരുന്നത് വരെ അമ്മയെ പരിപാലിക്കണം. ദശരഥ മഹാരാജാവ് പറഞ്ഞു, എനിക്ക് ജീവനുണ്ടെങ്കിൽ നിൻ്റെ അമ്മയെ ഞാൻ പരിപാലിക്കും. രാമ, എൻ്റെ ഈ ഒരാജ്ഞ നീ ലംഘിക്കരുത്. 3 ദിവസം രഥത്തിൽ കയറി പോവുക. രാജാജ്ഞ അനുസരിച്ച് സുമന്ത്രൻ രഥം കൊണ്ടുവന്നു. ശ്രീരാമനും സീതയും ലക്ഷ്മണനും രഥത്തിൽ കയറി. ലക്ഷ്മണൻ വിവിധ ആയുധങ്ങൾ ധരിച്ചു. രാമൻ രഥത്തിൽ കയറി പോകുമ്പോൾ അയോധ്യയിലെ സ്ത്രീ പുരുഷന്മാരെല്ലാം വീടുവിട്ട് വഴിയിൽ ഇരുവശത്തും വന്നു നിന്നു. സുമന്ത്രരെ വിളിച്ചു പറഞ്ഞു, രഥം നിർത്തൂ, രാമൻ്റെ തിരുമുഖം ഞങ്ങളൊന്ന് കാണട്ടെ. ആകെ തകർന്ന രാജാവ് കൊട്ടാരത്തിൽ ഊർധ്വശ്വാസം വലിക്കുകയായിരുന്നു. ശ്രീരാമനും സീതയും ലക്ഷ്മണനും രഥത്തിൽ കയറി. രാമൻ സുമന്ത്രരോട് പറഞ്ഞു, സുമന്ത്രരെ, എനിക്ക് അച്ഛൻ്റെ ദുർഗതി കാണാൻ കഴിവില്ല. രഥം വേഗത്തിൽ ഓടിക്കൂ. അച്ഛൻ്റെ മുമ്പിൽ നിന്നും വേഗം അകലെ പോകാം. അപ്പോൾ സുമന്ത്രർ പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു കൊള്ളട്ടെ. അയോധ്യ നഗരി മുഴുവൻ രാജാവിനോട് പിരിയുകയാണ്. രഥത്തിൻ്റെ പിന്നിൽ ഇതാ നഗരം മുഴുവനുണ്ട്. അവർ തിരികെ പോകുന്നില്ല. സുമന്ത്രരെ, എനിക്ക് രാജ്യവും നഗരത്തിൻ്റെ അകമ്പടിയും ഒന്നും വേണ്ട. ഞാൻ പറയുന്നതനുസരിക്കൂ. രഥം വേഗത്തിൽ വിടൂ. ആരെയും എന്നെ കാണാൻ അനുവദിക്കണ്ട. രാമൻ്റെ ആജ്ഞ കേട്ട് സുമന്ത്രർ വായുവേഗത്തിൽ രഥം നടത്തി. കൈകേയിയെ പൗരജനങ്ങൾ കുറ്റപ്പെടുത്തി. ജാനകിക്ക് എങ്ങനെ മരവുരി നിനക്ക് നൽകാൻ സാധിച്ചു എന്ന് പറഞ്ഞ് വസിഷ്ഠ മഹർഷിയും കൈകേയിയെ കുറ്റപ്പെടുത്തി. കൈകേയിയുടെ അന്തഃപുര മാളികയിൽ നിൽക്കുന്ന രാജാവ് രഥം പോകുന്നതും നോക്കിയിരുന്നു. രഥം കണ്ണിൽ നിന്നു മറഞ്ഞപ്പോൾ രാജാവ് ബോധം കെട്ട് നിലത്തു വീണു. മന്ത്രിമാർ താങ്ങി എഴുന്നേൽപ്പിച്ചു. മുഖത്ത് വെള്ളം തളിച്ചു. ഒറ്റ ദിവസത്തെ ദുഃഖം കൊണ്ട് രാജാവിൻ്റെ ശരീരം മെലിഞ്ഞുപോയി. രാജാവിൻ്റെ ശരീരം ജീവനില്ലാത്തതുപോലെ കയ്യിൽ നിന്നും വീണു. രാജാവിനെ മുറിയിൽ കിടത്തിയപ്പോൾ കൈകേയി വന്ന് രാജാവിനെ പിടിച്ചു. തൊട്ടുപോകരുത്. ചണ്ടാളിനി ഭാര്യയായിരുന്നതുകൊണ്ട് രാജാവിനെ വധിച്ചു. ആദ്യം യുവതിയായിരുന്നപ്പോൾ രാപകൽ മാറാതെ നിന്ന് ശുശ്രൂഷിച്ചു. അതിൻ്റെ ലക്ഷ്യം ഇതായിരുന്നുവെന്ന് ഇപ്പോൾ തെളിഞ്ഞു. രാമനെ ഉപേക്ഷിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. രാജാവ് ശോകാർത്തനായി കൗസല്യ ഭവനത്തിലേക്ക് പോയി. രണ്ടുപേരുടെയും ദുഃഖം ഒന്നായി തീർന്നു. രാത്രിയും പകലും രണ്ടുപേരും കണ്ണീരൊഴുക്കി. ഒരേ ദുഃഖത്തിൽ രണ്ടുപേർ ജീവിച്ചു. മുനിമാർ വേദോച്ചാരണം നിർത്തി. യോഗികൾ യാഗം നിർത്തി. അഗ്നി ആഹൂതി വെടിഞ്ഞു. പ്രജകൾ സുഖമുപേക്ഷിച്ചു. ആനകൾ ആഹാരം വെടിഞ്ഞു. കുതിരകൾ പുല്ലുപേക്ഷിച്ചു. പ്രജകൾ ഭക്ഷണം ഉപേക്ഷിച്ചു ഉപവസിച്ചു. കാമിനിമാർക്ക് രാത്രി ആകർഷണമില്ലാതായി. എല്ലായിടത്തും നിരാശ പരന്നു. ആളുകൾ രാത്രിയും പകലും കരഞ്ഞുകൊണ്ടേയിരുന്നു. ശ്രീരാമനും ലക്ഷ്മണനും തമസാ നദിയുടെ തീരത്തെത്തി. പലതരം വനപുഷ്പങ്ങൾ വിടർന്നിരിക്കുന്നു. തമസാജലത്തിൽ രാജഹംസങ്ങൾ കളിയാടുന്നു. രാമൻ സുമന്ത്രരോട് ആജ്ഞാപിച്ചു, ഇന്ന് തമസാ തീരത്ത് വിശ്രമിക്കാം. ആ ഒരു രാത്രി തമസാതീരത്ത് കഴിച്ചു.
പിറ്റേ ദിവസം രാവിലെ സുമന്ത്ര തേർ കൂട്ടി. പ്രഭാതത്തിൽ കുളിയും മറ്റു നിത്യകർമ്മങ്ങളും കഴിച്ചതിനു ശേഷം തമസാ നദി കടന്നു. എവിടെയൊക്കെ തേര് നിർത്തിയോ അവിടെയൊക്കെ ആളുകൾ ചുറ്റും വന്ന് വന്ദിച്ചു. അവർ ദശരഥനെ കുറ്റപ്പെടുത്തി. പിതാവിനെ നിന്ദിക്കുന്ന ഇടങ്ങളിൽ നിന്നും രാമൻ പെട്ടെന്ന് പുറപ്പെട്ടു. ജലത്തിൽ അരയന്നങ്ങൾ ശോഭനമായി കേളിയാടുന്നു. രാമൻ സീതയോട് പറഞ്ഞു, സീതേ, ഇതൊക്കെ ഇഷാക്കുവിൻ്റെ രാജ്യമാണ്. രാമൻ ചെല്ലുന്നിടത്തൊക്കെ ആളുകൾ വന്നു വണങ്ങി. രാമൻ അവരെ സ്വീകരിച്ചു. പക്ഷേ തൻ്റെ പിതാവിനെ നിന്ദിക്കുന്ന ഇടത്തുനിന്നു മാത്രം ഉൾവലിഞ്ഞ് രഥം പാഞ്ഞു. രാമൻ കോസലത്തിൽ പ്രവേശിച്ചു. രാമൻ പറഞ്ഞു, ഇതെൻ്റെ മാതാമഹൻ്റെ രാജ്യമായിരുന്നു. പുത്രരെ പോലെ പ്രജകളെ പരിപാലിച്ചു. ഗംഗാതീരത്ത് ബ്രാഹ്മണർക്ക് ആധിപത്യം നൽകി. ഗംഗ നഗരത്തിലൂടെ ഒഴുകുന്നു. രണ്ട് കരയിലും നിരനിരയായി ഹോമകുണ്ടങ്ങൾ. ഇന്നു നമുക്ക് ഗംഗാതീരത്തിൽ വിശ്രമിക്കാം. സുമന്ത്രരും ലക്ഷ്മണനും അത് സമ്മതിച്ചു. 4 പേരും രഥത്തിൽ നിന്നിറങ്ങി. രാമനും സീതയും ലക്ഷ്മണനും വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നു. സുമന്ത്രർ കുതിരകളെ ഗംഗയിലേക്ക് കൊണ്ടുപോയി. അവിടേക്ക് ഗുഹൻ എന്ന നിഷാദൻ എത്തുകയാണ്. ഗുഹൻ ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചു. നിഷാദരാജ്യം ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ സമർപ്പിച്ചു. തൻ്റെ ഭവനത്തിൽ താമസിക്കാം എന്ന് അപേക്ഷിച്ചു. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണപാനീയങ്ങൾ കൊടുത്തു. പക്ഷേ രാമൻ അതെല്ലാം നിരസിച്ചു. അദ്ദേഹം പറഞ്ഞു, സന്യാസ ജീവിതം നയിക്കുകയാണ്, അപ്പോൾ ഇതൊന്നും തന്നെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഒരു രാത്രി ഗംഗാതീരത്ത് കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം രാവിലെ സുമന്ത്രരോട് തിരികെ അയോധ്യയിലേക്ക് പോകാനായി രാമൻ ആജ്ഞാപിച്ചു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് 3 ദിവസം രഥത്തിൽ സഞ്ചരിച്ചു. സുമന്ത്രരെ, താങ്കൾ അയോധ്യയിലേക്ക് തിരികെ പോവുക, അച്ഛനോട് വിവരങ്ങളൊക്കെ പറയുക, മാതാവിൻ്റെ പാദങ്ങളിൽ എൻ്റെ നമസ്കാരം അറിയിക്കുക, ഭരതനോട് അന്വേഷണം പറയുക, എന്നെപ്പറ്റിയോർത്ത് വിഷമിക്കരുത് എന്ന് പറയുക. ശ്രീരാമചന്ദ്രൻ്റെ ആജ്ഞ പാലിച്ചുകൊണ്ട് സുമന്ത്രർ തിരികെ പോയി. ഗുഹനോട് ഗംഗാനദി കുറുകെ കടക്കാൻ സഹായിക്കണം എന്ന് ശ്രീരാമൻ പറയുന്നു. ഗുഹൻ്റെ വഞ്ചിയിലാണ് അവർ മൂവരും ഗംഗാനദി കുറുകെ കടന്നത്. ആ സമയത്ത് ഗുഹനൊരാഗ്രഹം പറയുന്നു. ഭഗവാന്റെ പാദങ്ങൾ കഴുകാൻ ഒരവസരം കൊടുക്കണമെന്ന്. ശ്രീരാമചന്ദ്രൻ സന്തോഷപൂർവ്വം അതിന് അനുവദിക്കുന്നു. രാമചരിതമാനസത്തിൽ ഗുഹൻ രാമൻ, സീത, ലക്ഷ്മണൻ എന്നിവരെ ഗംഗ കടന്ന് ഭരദ്വാജ മുനിയുടെ ആശ്രമം വരെ അനുഗമിച്ചു എന്ന് പറയുന്നുണ്ട്. അവർ വാൽമീകി മുനിയുടെ ആശ്രമത്തിലേക്ക് നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഗുഹനെ തിരിച്ചയച്ചുവെന്നും രാമചരിതമാനസത്തിൽ പറയുന്നു. എന്നാൽ കമ്പരാമായണത്തിൽ ഗുഹൻ തൻ്റെ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന രാമനെ രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് ശുശ്രൂഷിച്ചുവെന്നും രാമൻ അദ്ദേഹത്തെ സ്വന്തം സഹോദരനായി വാഴ്ത്തിയെന്നും വീണ്ടും സന്ദർശിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുവെന്നും പറയുന്നു. എന്തായാലും ഗുഹനാണ് ശ്രീരാമചന്ദ്രനെ ഗംഗാനദി കടക്കാൻ സഹായിച്ചത്. ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം. എല്ലാവർക്കും രാമായണം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. നാമം ചൊല്ലുക. ഹരേ കൃഷ്ണ.